ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വലിയൊരു സന്തോഷം പങ്കുവയ്ക്കാനാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ലേ എന്താ സന്തോഷം എന്ന്. അതെ, ഇന്ന് ഞാൻ എൻ്റെ ചീര വിളവെടുത്തു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചീര കൃഷി ചെയ്ത് വിളവെടുക്കണ്ടേ? അപ്പോൾ ഈസി ആയിട്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ വിളവെടുപ്പൊക്കെ നടത്തിയത്. അപ്പോൾ ഇതിനുള്ള വളത്തിനെ പറ്റിയും എന്തൊക്കെ ശുശ്രൂഷകളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു പ്ലേലിസ്റ്റിലാക്കിയിട്ട് കൃഷി വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഈ കൃഷി വീഡിയോസിൽ ഞാൻ ഒരു 2-3 മിനിറ്റ് 5 മിനിറ്റ് ചെറിയ ചെറിയ വീഡിയോസാണ് ഇട്ടിരിക്കുന്നത്. അതിലൊരുപാട് ടിപ്സ് പറയുന്നുണ്ട്. വളത്തിനെക്കുറിച്ചും എങ്ങനെയൊക്കെ നമ്മൾ ചെടികളൊക്കെ കൃഷി ചെയ്ത് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന മെത്തേഡൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു അറിവുകളാണ്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ചീരയൊക്കെ ഇതാ വിളഞ്ഞ് പാകമായി പറിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പറിക്കാൻ തോന്നുന്നില്ല, എന്താ അറിയില്ല. മുറിച്ച് കളഞ്ഞാൽ ഇതിൻ്റെ ഭംഗി പോവുമല്ലോ. എന്ത് രസമാണെന്നറിയോ ഇങ്ങനെ കാണാൻ. നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ചീരയൊക്കെ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നതും വെണ്ടക്ക, മുളക് ഇതെല്ലാം ഇങ്ങനെ വിളഞ്ഞ് പാകമായി നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. ചീരയ്ക്കൊരു പ്രത്യേക ചുവപ്പ് നിറമല്ലേ. അപ്പോൾ നല്ല വെയിലത്ത് നല്ല ചുവന്ന കളർ ചീര ഇങ്ങനെ കണ്ടു നിൽക്കാൻ നല്ലൊരു രസമല്ലേ. അപ്പോൾ ഇത് മുറിച്ച് മാറ്റുമ്പോൾ ഇത് പോകുമല്ലോ എന്നുള്ള സങ്കടം കൂടെ ഉണ്ട്. പക്ഷേ മുറിച്ചിട്ട് ഉപ്പേരി വെച്ച് കഴിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലല്ലേ. നമ്മൾ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു സാധനമാണെങ്കിൽ പോലും, ഒരു ചെറിയ പച്ചക്കറി ആണെങ്കിൽ പോലും അത് മുറിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വിളവെടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ഫീലല്ലേ. കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും. ആ ഫീലാണ് എനിക്കിപ്പോൾ. അപ്പോൾ ഇതാ എൻ്റെ കുറച്ച് കൃഷിയും കൂടെ ഞാനിവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതെൻ്റെ വെള്ളരീൻ്റെ തൈയാണ്. ഇതിൽ ഒരുപാട് പൂക്കൾ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇങ്ങനെ തന്നെയായിരുന്നു, ഒരുപാട് പൂക്കൾ പിടിച്ചു. പക്ഷേ കായായിട്ട് കിട്ടിയില്ല, എന്താണെന്നറിയില്ല. ഇത് പുതിയ വെണ്ടക്ക തൈകളൊക്കെ വെച്ചതിലൊക്കെ പുതിയ ആദ്യത്തെ വെണ്ടകളൊക്കെ ഇതാ വന്നിട്ടുണ്ട്. പൂക്കളും പിന്നെ മൊട്ടുകളും കായൊക്കെ ആയിട്ട് ഇതാ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള മണ്ണിൻ്റെ പുല്ലും ഒക്കെ വൃത്തിയാക്കി കൊടുത്ത് മണ്ണൊക്കെ ഇളക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ കൃഷി രീതികൾ. ഇളക്കി വിട്ട് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഇളക്കി കൊടുക്കുക. മണ്ണൊരിക്കലും എന്താവാൻ പാടില്ല, ഒരു പാറ പോലെ ആവുക എന്ന് പറയൂലേ. അപ്പോൾ നമ്മൾ വെള്ളവും വളവും ചേർത്തിട്ട് മണ്ണിങ്ങനെ ടൈറ്റായി നിൽക്കാൻ പാടില്ല, വേരോട്ടം കുറയും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മണ്ണ് ഇളക്കി വിട്ട് കൊടുക്കും. അത് നല്ലൊരു കാര്യമാണ് ചെടികൾക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പച്ചമുളകാണ്. പച്ചമുളകൊക്കെ നല്ല രീതിയിൽ സെറ്റായി വരുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, പൂക്കളും ഉണ്ടാവുന്നുണ്ട്. ഇതുവരെ കായ് പിടിച്ചിട്ടില്ല. കായ് പിടിച്ചാൽ നിങ്ങളെ അറിയിക്കുക. അപ്പോൾ ഇനിയും കൃഷിയിലേക്കൊന്നും ഇറങ്ങാത്തവരാണെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കുക. അപ്പോൾ നിങ്ങൾ സ്വന്തം തന്നെ അതൊന്ന് ആസ്വദിക്കുക. ആ ഒരു അവസ്ഥ എന്താ പറയുക, നല്ലൊരു സന്തോഷം, മനസ്സിന് നല്ലൊരു സുഖം കിട്ടും. രാവിലെ എണീക്കുക. രാവിലെ എണീക്കുമ്പോൾ തന്നെ ആ ചെടികളൊക്കെ ആയല്ലോ, ചെടികളൊക്കെ എന്തായി, പൂവിട്ടോ മൊട്ടിട്ടോ കായ് വന്നോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടാവും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലാനും എന്തായി എന്നറിയാനും ഒക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ ഇതിൽ നിന്ന് കായ്കൾ കിട്ടുമ്പോൾ അത് അതിലേറെ സന്തോഷം തരുന്നതാണ്. അതിൻ്റെ മുന്നേ ഞാൻ ചീരേൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു വെച്ചാണ് എൻ്റെ ഈ വർഷത്തെ ഫസ്റ്റ് ചീര വിളവെടുപ്പ് നടത്തുന്നതിന് മുന്നേ ചീരേൻ്റെ ഒക്കെ ഫോട്ടോസ് എടുത്തു വെക്കുക. അങ്ങനത്തെ കുറേ പരിപാടീസ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഇതാ മോൻ വന്നിട്ടുണ്ട്. മോൻ പറഞ്ഞ് ഞാൻ എടുത്തുതരാം വീഡിയോ എന്ന് പറഞ്ഞിട്ട്, അമ്മ ചീര മുറിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചീര മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഓരോരോ പരിപാടികൾ ഒപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ കല്ലൊക്കെ എടുത്ത് എൻ്റെ മേലെ എറിയുന്നുണ്ട്. കല്ലെടുക്കുന്നുണ്ട്, നേരെ എറിയുന്നുണ്ട്. ഇതൊക്കെയാണ് അയാളെ പരിപാടീസ്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ ഇങ്ങനത്തെ കുറേ കുസൃതി കാണിക്കുന്ന കുരുന്നുകൾ. അപ്പം അതങ്ങനെ. പിന്നെ ഞാനായിട്ടൊന്ന് തെറ്റിയതിന് ശേഷം അവൻ്റെ പാട്ടിന് പോയി. പിന്നെ ഏട്ടൻ വന്ന് എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നു.
ഇതെല്ലാം മുറിച്ചെടുക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. എന്താ അറിയില്ല, എനിക്കത് മുറിക്കുമ്പോൾ ഒരു അയ്യോ എന്നുള്ളൊരു സങ്കടമുണ്ട്. അതെപ്പോൾ അങ്ങനെ തന്നെയാണ്. വെണ്ടയ്ക്കായാലും തക്കാളി ആണെങ്കിലും പയറാണെങ്കിലും ഒക്കെ മുറിച്ചെടുക്കുമ്പോൾ ഒരു സങ്കടമാണ്. പക്ഷെ മുറിക്കാതിരിക്കാൻ പറ്റില്ല. മുറിച്ചില്ലെങ്കിൽ അത് മൂത്ത് പോവുമല്ലോ, നശിച്ചു പോവില്ല, നാശമായി പോകും. അപ്പോൾ നമ്മൾ അത് മുറിച്ച് ആ പാകമാകുമ്പോൾ തന്നെ മുറിച്ചിട്ട് കറി വെക്കണം. എന്നാലേ നമുക്ക് അടുത്ത ഫലം ഉണ്ടാവൂ, ആ ചെടിയിൽ നിന്ന് അടുത്തത് കിട്ടുമെന്നൊക്കെയാണ് എല്ലാവരും പറയൽ. ശരിയാണത്. നമ്മൾ മുറിക്കുന്നതിനനുസരിച്ച് മൂത്ത് പോവാതെ പാകത്തിന് ആവുമ്പോൾ മുറിച്ചെടുക്കണം. എന്നാൽ മാത്രമേ അടുത്തത് ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ നട്ട് നനച്ച് സ്നേഹിച്ച് കൊണ്ടുവരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇവരോട് കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇടയ്ക്ക് നനയ്ക്കുക. അയ്യോ എന്ത് പറ്റി, ഒരു വാട്ടം വന്നാൽ ഞാൻ അവരോട് തന്നെ ചോദിക്കും. അപ്പോൾ നമ്മളങ്ങനെ സംസാരിച്ച് ഒരു ആളെപ്പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ചെടികൾ. അങ്ങനെയുള്ള ചെടികൾ മുറിക്കുമ്പോൾ എന്തോ ഒരു സങ്കടമുണ്ട്. പക്ഷേ അത് വെച്ചിട്ട് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വേറൊരു സുഖമാണ്. അങ്ങനെ എല്ലാം ഇതാ മുറിച്ചെടുക്കുകയാണ്. കുറച്ച് ഗ്രോ ബാഗിലും ഉണ്ട്. അപ്പോൾ ഗ്രോ ബാഗിലുള്ള ചീരകളും ഒക്കെ മുറിച്ചെടുക്കുകയാണ്. അതൊക്കെ മുറിക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാം മുറിച്ച് സെറ്റാക്കി എടുക്കുകയാണ്. ഇനി എല്ലാം ഞാൻ കൊണ്ടുപോയിട്ട് പൈപ്പിൻ്റെ ചുവട്ടിൽ വെക്കുകയാണ്. അത് നല്ല രീതിയിൽ കഴുകിയെടുക്കണം. മണ്ണാണ് പ്രധാനമായിട്ടും, മണ്ണ് പറ്റിക്കിടക്കുന്നുണ്ടാവും ഇലകളിലും തണ്ടിലൊക്കെ മണ്ണുണ്ടാവും. അല്ലാതെ വേറെ നമ്മുടെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നേരിട്ട് പൈപ്പിൻ്റെ ചുവട്ടിലിട്ട് കഴുകി എടുത്താൽ മാത്രം മതി. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികളൊക്കെ ആകുമ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പിലൊക്കെ ഇട്ട് ഒരു മുക്കാൽ മണിക്കൂർ എന്തായാലും വെക്കണം എന്നല്ലേ ഇപ്പോൾ പറയാറ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ നേരിട്ട് മുറിച്ച് ഉപ്പേരി വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം പാന് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുത്തു. ഇനി മുറിച്ച് വെച്ച വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയാണ് ആദ്യം ചേർത്തത്. വെളുത്തുള്ളി ചേർത്തു, വറ്റൽമുളക് ചേർത്തു, പിന്നെ പച്ചമുളക് ചേർത്തു, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്തു, പിന്നെ കുറച്ച് കറിവേപ്പില. അതും എൻ്റെ കറിവേപ്പില തന്നെയാണ്. ഇന്ന് ഫുള്ള് നാടനാണ്. അപ്പം നാടൻ ഫുഡാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. അതെൻ്റെ ഒരു ശീലമാണ്. ഇതിന് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷേ അധികം കറി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാത്തതാണെങ്കിലും ഞാനൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ചീരയുടെ പ്രത്യേകത. ഞാൻ പാത്രത്തിലേക്ക് ഇട്ടപ്പോൾ നല്ല ഫുള്ളായിട്ട് നിന്നതാണ്. ഇപ്പോൾ ഒന്ന് വാടിയപ്പോൾ തീരെയില്ല, പാത്രത്തിൻ്റെ അടിയിലെത്തി. ഇനി ഇതാ ഞാനൊന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വേവിക്കുക വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് സിമ്മിലും മീഡിയത്തിലും ഇട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. തീരെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് അതും വെച്ചിട്ട് 2 മിനിറ്റ് കൂടെ ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇനി മൂടി തുറന്നപ്പോൾ നമ്മുടെ സൂപ്പർ ചീരപ്പേരി റെഡിയായി. തീരെ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, പക്ഷേ ഇപ്പോഴും ഇതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. ചീരയും ചോറും മാത്രം എടുത്ത് കഴിക്കുകയാണ്. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.